മനുഷ്യന്റെ ശബ്ദത്തേക്കാൾ പ്രകൃതിയുടെ സംഗീതം മുഴങ്ങുന്ന ഒരു കാട്, അതാണ് പാണയം റിസർവ് ഫോറസ്റ്റ്. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ, വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ഇതാണ് പനവൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നേരെ പോയാൽ ആറ്റിങ്ങലിലേക്കും, റൈറ്റ് തിരിഞ്ഞ് തൊട്ടടുത്ത ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ പോയാൽ പാണയം റിസർവ് ഫോറസ്റ്റിൽ എത്താം. ഞങ്ങൾ നെടുമങ്ങാട് നിന്നുമാണ് പോയത്. ഇവിടെ വരാൻ ഒരുപാട് വഴികളുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ്. തമ്പാനൂർ, നെടുമങ്ങാട്, പുത്തമ്പാലം, പനവൂർ വഴി പോകാം. ആറ്റിങ്ങൽ നിന്നും ഇവിടെ എത്താൻ 20 മുതൽ 30 മിനിറ്റ് വരെ യാത്ര ആവശ്യമാണ്. പാണയം റിസർവ് ഫോറസ്റ്റിലേക്കുള്ള യാത്ര തന്നെയാണ് ഈ ട്രിപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ്, റബ്ബർ തോട്ടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, ചെറിയ ഗ്രാമങ്ങൾ, വളവുകൾ നിറഞ്ഞ റോഡ്, ശുദ്ധവായു. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് പതിയെ പ്രകൃതിയിലേക്ക് എത്തുന്ന അനുഭവം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ എല്ലായിടത്തും നല്ല പച്ചപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ മരങ്ങൾ മുഴുവനും മുറിച്ച നിലയിലായിരുന്നു. കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ വൈകാതെ വരുന്നതാണ് നല്ലത്. സംരക്ഷിത വനമേഖല ആയതുകൊണ്ട് മുറിച്ച മരങ്ങൾ വച്ചുപിടിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയാണ് പാണയത്തിന്റെ ഉൾക്കാഴ്ചകൾ തുടങ്ങുന്നത്. പ്രകൃതി സ്നേഹികൾക്ക് വരാൻ പറ്റിയ ഒരിടമാണിത്. എൻട്രി ഫീയോ ചെക്ക് പോസ്റ്റോ ഒന്നുമില്ല. ആർക്കും ഇവിടെ വരാം. ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം, ഇലകളിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശം, തണുത്ത കാറ്റ് എല്ലാം ചേർന്ന് പ്രകൃതിയുടെ നടുവിലാണെന്ന അനുഭവം നൽകുന്നു. ഇവിടെ നടക്കുമ്പോൾ നഗരത്തിന്റെ ശബ്ദവും തിരക്കും മറന്ന് പ്രകൃതിയോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നു. വീഡിയോ കുറച്ച് ഷേക്കിംഗ് ആയിരിക്കും, കാരണം ഞങ്ങൾ സ്കൂട്ടറിലായിരുന്നു യാത്ര. കൂടാതെ റോഡിൽ പല ഭാഗങ്ങളിലും കുഴികളും ഗട്ടർ റോഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറ സ്റ്റഡിയായി പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും സ്ഥലത്തിന്റെ യഥാർത്ഥ ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
പാണയ റിസർവ് ഫോറസ്റ്റിന്റെ ഉൾവശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം അടുത്തറിയാൻ കഴിയുന്ന മനോഹരമായ ഏരിയ. ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ട്. കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുമ്പോൾ മനസ്സിനൊരു ഫ്രഷ്നെസ് ലഭിക്കും. മറ്റു ചില സ്ഥലങ്ങളിലെ പോലെ ഇവിടെയും അവിടെയായി മദ്യക്കുപ്പികൾ കിടപ്പുണ്ടായിരുന്നു. കാടിനെ നശിപ്പിക്കുന്നത് ഇത്തരം പ്രവൃത്തികളാണ്. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.